രണ്ടാം സമ്പൂർണ്ണ സമ്മേളനമാണ് ഇന്ന് അവസാനിച്ചത്. ഒന്നാം ലോക കേരള സഭ നൂതനമായൊരു ആശയമാണ് ലോകത്തിലുള്ള മലയാളികളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മലയാളികളെ കേരളവുമായി ബന്ധിപ്പിക്കാനും അവരുടെ സർഗ്ഗവാസനകളും കഴിവുകളും സമ്പത്തും കേരളത്തിൻ്റെ വികസനത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുമാണ് ഒന്നാം ലോക കേരള സഭ പരിശോധിച്ചത്. അത് സമ്പൂർണ്ണമായ ഒരു വിജയമായിരുന്നു എന്നതാണ് രണ്ടാം ലോക കേരള സഭയിലെത്തിയപ്പോൾ ആ സഭാംഗങ്ങളിൽ നിന്നും ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ. ഈ ലോക കേരള സഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളികളായിട്ടുള്ള ആളുകളുടെ സാംസ്കാരികവും കലാപരവും സാഹിത്യപരവും അതേപോലെ തന്നെ സാമ്പത്തികവും ആയിട്ടുള്ള മേഖലകളെ മലയാള മണ്ണുമായി യോജിപ്പിക്കാനും അതുവഴി മലയാളികൾക്കും പ്രവാസികൾക്കും ഒരേപോലെ പ്രയോജനപ്രദമാവുകയും ചെയ്യുക എന്നത് തന്നെയാണ്. 10 കാര്യങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ ലോക കേരള സഭയുടെ ഭാഗമായി നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതെല്ലാം നടപ്പാക്കിക്കൊണ്ടാണ് രണ്ടാം ലോക കേരള സഭയിലേക്ക് എത്തിയത് തന്നെ. പ്രവാസികൾക്ക് വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു. പ്രവാസികൾക്ക് വേണ്ടി സൊസൈറ്റികളുടെ അപ്പെക്സ് സൊസൈറ്റി രൂപീകരിച്ചു. പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻ സെൻറ്റർ ഞങ്ങൾ രൂപീകരിച്ചു. 6 മാസക്കാലത്തിനുള്ളിൽ 33 പ്രവാസികൾക്ക് 110 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വിവിധ ആളുകളുടെ ഭാഗത്തുനിന്നും കേരളത്തിൽ പുതിയതായി തുടങ്ങുന്നതിനുള്ള ഓഫറുകൾ ഇതിനകം നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞു. പ്രവാസികൾക്ക് വേണ്ടി ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. പ്രവാസികളായിട്ടുള്ള കവികളും സാഹിത്യകാരന്മാരും എഴുത്തുകാർക്കും അവരുടെ രചനകൾ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. തുടർന്ന് അങ്ങോട്ട് പ്രവാസികൾ നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ ലോക കേരള സഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം സമയബന്ധിതമായി നടപ്പാക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ സഭാ നേതാവ് കൂടിയായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പ്രവാസി പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. തീർച്ചയായും അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഒരു ഗവൺമെൻറ്റിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നടപ്പാക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങളാണ് ലോക കേരള സഭ നടത്തുന്നത്. അതേപോലെ തന്നെ നോർക്ക റൂട്ട്സും നോർക്ക ഡിപ്പാർട്ട്മെൻറ്റും പ്രവാസി ക്ഷേമനിധി ബോർഡും നോർക്ക കമ്മീഷനും എല്ലാം ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ പ്രവാസികൾക്ക് വളരെയേറെ താല്പര്യമുണ്ടാക്കിയ, അവരുടെ ഇടയിൽ വലിയ തോതിൽ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളായി തന്നെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഈ രണ്ടാം ലോക കേരള സഭയുടെ തീരുമാനങ്ങളും നടപടികളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ഇന്നത്തെ തീരുമാനം.